ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വീഡിയോ വെക്സൽ പ്രിപ്പോസിഷൻ ആണ്. വെക്സൽ പ്രിപ്പോസിഷനെ നമ്മൾ ചേഞ്ചിങ് പ്രിപ്പോസിഷൻ എന്ന് പറയും, സ്വാഭാവിക പ്രിപ്പോസിഷൻ എന്നും പറയും. അപ്പോൾ ഇവിടെ അക്യൂസാറ്റീവിലും ഡാറ്റീവിലും നമുക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ പറ്റും. അക്യൂസാറ്റീവിലാണെങ്കിലും മൊമെൻ്റ് ഉണ്ടായിരിക്കും. അവിടെ അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡായിട്ട് വരുന്നത് വുഹിൻ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡാണ്, അതായത് എവിടേക്ക്, എങ്ങോട്ട്. അടുത്തതാണ് ഡാറ്റീവ്. ഡാറ്റീവിന് നമ്മൾ വിത്തൗട്ട് മൂവ്മെൻറ്റ് ഇല്ലാത്ത വ്യക്തികളെ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ ആയിരിക്കും അവിടെ വരുന്നത്. അവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡ് വരുന്നത് വോ എന്നാണ്, എവിടെ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാമർ പോർഷനാണ്. അടുത്തത് 10 പ്രപ്പോസിഷനാണ്, അതായത് വെക്സൽ പ്രപ്പോസിഷൻ. അൻ, അറ്റ് അല്ല നിയർ ടു, off, on, hinder, behind, in, neighbor, near, next to, over, far, in front of, zwischen, between, under. ഉണ്ടറിൻ്റെ സ്പെല്ലിംഗ് അവിടെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. UNTR അങ്ങനെയാണ്, UNTER എന്നാണ് സ്പെല്ലിങ്. അണ്ടർ എന്ന മീനിങ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 2 രീതിയിലുണ്ട് സെൻറ്റൻസ്, അക്യൂസാറ്റീവും ഡാറ്റീവും ഉണ്ട്. ആദ്യം നമുക്ക് അക്യൂസാറ്റീവ് നോക്കാം. അക്യൂസാറ്റീവിൽ നമ്മൾ മെയിനായിട്ട് വരുന്ന സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്ന വെർബുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാങ്ങൺ, ടു ഹാങ്, സ്റ്റെല്ലൻ, ടു പ്ലേസ്, ലേഗൻ, ടു പുട്ട്, ടു പ്ലേസ്. ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്റ്റ്, വെർബ്, പ്രപ്പോസിഷൻ, അക്യൂസാറ്റീവ് ഒബ്ജക്റ്റ്, അതായത് അക്യൂസാറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് അക്യൂസാറ്റീവ് ഒബ്ജക്റ്റ്. ഫോർ എക്സാമ്പിൾ നോക്കാം. ഇഷ് സ്റ്റെല്ലെ ദി ഫ്ലാഷ് ഓഫ് ദ ഡിഷ്. ഞാൻ ടേബിളിൻ്റെ മുകളിൽ ഫ്ലാഷ് പോട്ടിൽ സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നു, വെച്ചിരിക്കുന്നു. ഇഷ് ഹാങ് ദ ബിൽഡ് ഓൺ ദി വാണ്ട്, അതായത് വാളിൽ ഒരു പിക്ചർ ഹാങ് ചെയ്തിരിക്കുന്നു. ദി കാറ്റ്സ് സിറ്റ്സ് ഹിൻഡർ ദൻ ബാവും, അതായത് ട്രീയുടെ ബിഹൈൻഡായിട്ട് പുറകിലായിട്ട് കാറ്റ്സ് സിറ്റ് ഇരിക്കുന്നു. ദ ഹുണ്ട് സിറ്റ്സ് ഉണ്ടർ ദ ഡിഷ്, അതായത് ഹുണ്ട് ടേബിളിൻ്റെ അടിയിൽ, അണ്ടറിൽ ഇരിക്കുന്നു. അടുത്തത് സ്റ്റേ ദി ലാംപ് ഓവർ ദ ബെഡ്. ബെഡിൻ്റെ അടുത്ത് തന്നെ, ഓവർ ദ ബെഡിൻ്റെ അടുത്ത് തന്നെയാണ് ലാമ്പ് സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത്. ഇഷ്ടല്ല ദ ഫറാത്ത് നേബൻ ദൻ ബാവും, ട്രീയുടെ അടുത്ത് തന്നെയാണ്, നേബൻ നിയർ, അവിടെ അടുത്ത് തന്നെയാണ് ഫറാഡും സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത്. ഇഷ്ടേഹെ ഫോർ മൈന് ഔട്ടോ, ഞാൻ എൻ്റെ ഔട്ടോയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇത്രയുള്ള അക്യൂസാറ്റീവ് ആകുമ്പോഴത്തേനും നമ്മൾ ഒബ്ജക്റ്റിന് മുമ്പ് അക്യൂസാറ്റീവ് രീതിയിൽ എഴുതുന്നു. അടുത്തത് ഡാറ്റീവ്. ഡാറ്റീവിൽ വരുന്ന 2 വെർബുകൾ എന്ന് പറഞ്ഞാൽ സ്റ്റേയൺ, ടു സ്റ്റാൻഡ്, ലീഗൻ, ടു ലീ, അതാണ് വരുന്നത്. സെൻറ്റൻസ് സ്ട്രക്ചർ വരുന്നത് സബ്ജക്റ്റ്, വെർബ്, പ്രപ്പോസിഷൻ, അതായത് ഡാറ്റീവ്, ഒബ്ജക്റ്റ്. ഇതാണ് സെൻറ്റൻസ് സ്ട്രക്ചർ വരുന്നത്. നമ്മൾ ഡാറ്റീവ് രീതിയിൽ ഒരു വെക്സൽ പ്രിപ്പോസിഷൻ യൂസ് ചെയ്ത് സെൻറ്റൻസ് മേക്ക് ചെയ്യുമ്പം ഡാറ്റീവ് വെർബായ സ്റ്റേയൺ, ലേഗൻ എന്നാണ് യൂസ് ചെയ്യുന്നത്. ഈ 2 വെർബുകളായിരിക്കും ആ സെൻറ്റൻസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഒരു മാറ്റം വരുന്നത് ഇത്രേ ഉള്ളൂ, ആ ഒരു ആർട്ടിക്കിൾ മാത്രമേ മാറുള്ളൂ. ഓരോ സെൻറ്റൻസ് മേക്ക് ചെയ്യുമ്പം ആ അക്യൂസാറ്റീവിൽ വന്നപ്പം ദെൻ ടിഷ് എന്നുള്ളത് ഇവിടെ ദെം ആർട്ടിക്കിൾ അനുസരിച്ച് അത് ഡാറ്റീവിലേക്ക് മാറുന്നു. അക്യൂസാറ്റീവ് അത് ഡാറ്റീവിലേക്ക് മാറുന്നു. ആ ഒരു ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ, ബാക്കി ഒരു ചേഞ്ചും വരുന്നില്ല. എക്സാമ്പിൾ, ദി ഫ്ലാഷ് സ്റ്റേക്ക് ഓഫ് ദം ടിഷ്, ദ സ്പിൽഡ് ഹാങ്ഡ് അണ്ടർ want, the cat sits hinder them bow, the lamp sat over them bed, അതായത് then bed അത് them ബെഡായി, then ബാവും them ബാവുമായി, the want അത് their വാണ്ടായി. കണ്ടോ, അതൊക്കെ അക്യൂസാറ്റീവിൽ നിന്നും ഡാറ്റീവായി. അത്രയേ ഉള്ളൂ, എളുപ്പമായ ഒരു ഗ്രാമർ പോർഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ടുകളും കമൻ്റ് ഇടുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. Cheers.